ആഭാലവൃതൻ ജനങ്ങളും സ്നേഹത്തോടെ ഷാഫിക എന്ന് വിളിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സാരഥി ഷാഫി പറമ്പിലിത നാടുണർത്തി നഗരമുണർത്തി മനുഷ്യ മനസ്സിനെ തൊട്ടുണർത്തി ജനഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട് ഈ വഴിത്താരയില് മണത്തരികളെ പോലും പുളവിതമാക്കിക്കൊണ്ട് നിങ്ങളുടെ പുഞ്ചിരിയും പൂച്ചെണ്ടുകളും ഏറ്റുമാനിക്കൊണ്ട് ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി കടന്നു വരികയാണ്. ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചാലും പ്രിയരെ, സ്നേഹമുള്ളവരെ, കടൽ കടന്നെത്തിയ പാശ്ചാത്യ ശക്തികളുടെ പടൽക്കൂട്ടുകൾക്ക് മുന്നിൽ പെരുമാറ് കാണിച്ച് ധീരകീർത്തികളുടെ പോരാട്ട വീരം കൈമുതലാളികളുടെ പിന്മുറക്കാരനായ ആധാലവൃതൻ ജനങ്ങളും സ്നേഹത്തോടെ ഷാഫിക എന്ന് വിളിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സാരഥി ഷാഫി പറമ്പിലിത നാടുണർത്തി നഗരമുണർത്തി മനുഷ്യ മനസ്സിനെ തൊട്ടുണർത്തി ജനഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട് ഈ വഴിത്താരയിലെ ഓരോ മണൽത്തരികളെ പോലും പുളകിതമാക്കിക്കൊണ്ട് ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി നിങ്ങളുടെ പുഞ്ചിരിയും പൂച്ചെണ്ടുകളും ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു വരികയാണ്. ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അറിയാനും പ്രിയരെ, സ്നേഹമുള്ളവരെ, എന്ന പട്ടങ്ങളിൽ വെറുതെ മരിച്ച ദീർഘകേസരികളുടെ പോരാട്ട സാരഥി ആവാലവൃതങ്ങളും നമുക്കറിയാം. ഈ വടകര കമ്മ്യൂണിസ്റ്റുകാരുടെ കോട്ടയായി. കമ്മ്യൂണിസ്റ്റുകാരുടെ കോട്ടയിൽ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോരാട്ടം നടത്തി ഇവിടെ ഇടിച്ചു നടത്തി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയാക്കി മാറ്റി. കെ മുരളീധരനോട് നമ്മൾ ഈ വടകര സമ്പന്നമാക്കി. വടകരയിലെ എല്ലാ ജനങ്ങളെയും സ്നേഹിക്കുന്ന എം പി എന്നുള്ള നിലയിൽ മുരളീധരനെ നമുക്ക് കിട്ടി. ഷാഫിയിലൂടെ വടകരയുടെ സമഗ്ര വികസനം നടപ്പിലാക്കൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. പ്രിയപ്പെട്ടവരെ, മോഡി ഗവൺമെന്റിനെയും ഈ സംസ്ഥാന ഗവൺമെന്റിനെയും നമ്മൾ ചർച്ച ചെയ്യും. ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായിയുടെ ഗവൺമെന്റ് ഇവിടെ കാട്ടിക്കൊണ്ടുന്ന കുറ്റവാളികൾ, അഴിമതികൾ, കൊലപാതക രാഷ്ട്രീയം, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ഈ രാജ്യത്തെ ജനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണം. സിദ്ധാർത്ഥന്റെ മരണം നമ്മുടെ മുമ്പിലുണ്ട്. മൂത്തോടെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ക്രൂരമായി സംഭവിക്കാൻ തല്ലിച്ചടിച്ചുകൊണ്ടു. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ശരിയുണ്ട്. വന്യമൃഗങ്ങളെ കൊണ്ടും സംഭവിക്കാരെ കൊണ്ടും പൊറുതിമുട്ടിയിരിക്കുകയാണ് കേരളം. കേരളത്തിൽ മൃഗങ്ങളെ ആക്രമിച്ച് എത്രയോ കർഷകർ മരണപ്പെടുന്നു. മുഖ്യമന്ത്രിക്ക് അതിലൊന്നും വേവലാതിയില്ല. മുഖ്യമന്ത്രിയുടെ മണിമന്ദിരത്തിൽ കരപ്പറ്റി മൂത്രമൊഴിക്കുന്നതാണ് അവരുടെ പ്രശ്നം. മുഖ്യമന്ത്രിയുടെ ബംഗാള് ലക്ഷങ്ങൾ മുടക്കി. നമ്മൾക്കുള്ള പ്രിയപ്പെട്ടവരെ, 50 ലക്ഷം രൂപ മുടക്കി ഒരു തൊഴുത്തുണ്ടാക്കി. 3 ലക്ഷം രൂപ മുടക്കി ഒരു ചാണകക്കുടി ഉണ്ടാക്കി. 5 ലക്ഷം രൂപ മുടക്കി അവിടെ മ്യൂസിക് ഉപകരണങ്ങൾ ഉണ്ടാക്കി. തീർന്നില്ല. 1-ാം നിലയിൽ വിറ്റ് സ്ഥാപിക്കുവാൻ
45 ലക്ഷം രൂപ ഈ ഗവൺമെന്റ് ഖജനാവിലും എന്റെയും നിങ്ങളുടെയും നികുതി പണമെടുത്ത് ആർഭാടത്തിൽ മുഖ്യമന്ത്രി ജീവിക്കുകയാണ്. ഈ നാട് പട്ടിണിയിലാണ്. ഈ നാട്ടിൽ തൊഴിലാളികൾ പട്ടിണിയിലാണ്. ഇവിടെ കൃഷിക്കാരൻ പട്ടിണിയിലാണ്. ഈ പട്ടിണിയൊന്നും മുഖ്യമന്ത്രി കാണുന്നില്ല. പണമില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ പോയി പറയുന്നു, നാട്ടിൽ പറയുന്നു. പക്ഷേ തീർത്തുന്ന പര്യായമായി ഈ ഗവൺമെന്റ് മാറിയിരിക്കുന്നു. നവകേരള സദസ്സെന്ന പേരിൽ ബാക്കി കേരളം മുഴുവൻ അവർ ഓടി നടന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ വണ്ടിയിൽ ആർഭാട യാത്ര നടത്തി. ഈ ആർഭാടങ്ങൾ കൊണ്ടൊന്നും ഈ നാട് രക്ഷപ്പെടില്ല. ഞാൻ അവസാനിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, രക്തസാക്ഷികളായിട്ടുള്ള സുഹൈബിന്റെ കണ്ണൂരിൽ കൊല ചെയ്യപ്പെട്ട സുഹൈബിനെ നിലനിർത്തണം. അതുപോലെ ഗവേഷണയും ശരത്ലാലിനെയും നിലനിർത്തണം. തലപ്പുറത്തിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ശുക്കൂരിനെ നിലനിർത്തണം. എന്തിനെ പറയുന്നു? വടകരയുടെ പ്രതീകമായിരുന്ന ചന്ദ്രശേഖരനെ നിലനിർത്തണം. സിദ്ധാർത്ഥന്റെ മുഖങ്ങളോടുത്താണ് വെളിപ്പുത്തിലേക്ക് വരുമ്പോൾ ഈ കൊലപാതക രാഷ്ട്രീയം ഈ രാജ്യത്തിന് അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ ദുർഭരണത്തിൽ നിന്ന് നമുക്കൊറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ അവകാശം വിനിയോഗിക്കുവാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഇവിടെ വിദ്യാഭ്യാസ സാധനങ്ങൾ മാവേലി സ്റ്റോറുകൾ അടച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വിദ്യാഭ്യാസ സാധനങ്ങൾക്ക് മാനം പറഞ്ഞ് വിലപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാവപ്പെട്ട കർഷകർക്ക് കൊടുക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾക്ക് യാതൊരു വിലയുമില്ലാതെ കർഷകർ നഷ്ടത്തിലില്ല. ആ കർഷകരെ രക്ഷിക്കാനുള്ള നടപടികൾ വേണം. കർഷകരുടെ കാർഷിക ജനങ്ങൾ എടുത്തിട്ടുള്ള നടപടികൾ വേണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചപ്പോൾ നമുക്കറിയാം 5 ലക്ഷത്തിലധികം 5 ലക്ഷം രൂപ